രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്, ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിലൂടെയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒപ്പം ആദ്യം ധനമന്ത്രി സൂചിപ്പിച്ചത്, കെ.എൻ. ബാലഗോപാൽ സൂചിപ്പിച്ചത്, കേന്ദ്രം വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി കേരളത്തെ സാമ്പത്തികമായി ഉപരോധം തീർക്കുന്നതിനെതിരായ പ്രതിഷേധം, അതിനെതിരായി ബദൽ മാർഗങ്ങൾ തേടുന്ന ഒരു ബജറ്റ് കൂടിയാണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് പുലരുകയാണ്. ക്ഷേമപ്രവർത്തനവും വികസനവും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതുവരെ തുടർന്നു വന്നതിൻ്റെ കൂടുതൽ സമ്പൂർണ്ണമായ തുടർച്ചയെ സാധ്യമാക്കുന്ന ഗുണങ്ങളാണ് ബജറ്റിൽ പ്രതിഫലിച്ചത്. ഷൈജു മോനിലേക്ക് പോകുമ്പോൾ, ഷൈജു, ഏതൊക്കെ അർത്ഥത്തിലാണ് ഇത് ഒരു ബദൽ ബജറ്റാകുന്നത് താങ്കളുടെ നിരീക്ഷണത്തിൽ? ഈ ബഡ്ജറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾക്കനുസരിച്ച് എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ പ്രായമേറിയ ആൾക്കാരുടെ ഊന്നൽ നൽകിക്കൊണ്ട് കെയർ എക്കോണമി, എൽഡർലിക്ക് കൂടുതൽ ഊന്നൽ നൽകി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ജീവനക്കാരെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ 12ാം പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു. അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് പറയുന്നു. പിന്നീട് റാപ്പിഡ് റെയിൽ സിസ്റ്റം നടപ്പിലാക്കാനായിട്ട് പോകുന്നു. സിൽവർ ലൈനിന് പകരമായിട്ട് പുതിയ റാപ്പിഡ് ലൈൻ സിസ്റ്റം. ഡിഫൻസ് കോറിഡോർ ഒരു പുതിയ പദ്ധതിയായിട്ട് അവതരിപ്പിച്ചു. അതാരും ചൂണ്ടിക്കാട്ടിയതായിട്ട് കണ്ടില്ല, പക്ഷേ അത് വളരെ വലിയ അക്കാഡമിക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തിരുവനന്തപുരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഡിഫൻസ് കോറിഡോർ, അതിൻ്റെ സ്റ്റഡീസ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ ഇനി പഠനം സൗജന്യമാണ്. അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മാത്രം, എഞ്ചിനീയറിംഗ് മെഡിക്കലും അല്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വരെ പഠിക്കുന്നത്. ഇപ്പോൾ വരെ 12 ക്ലാസ് വരെ ഫ്രീ ആണ്, ഇനി അത് ഡിഗ്രി വരെ. കൂടാതെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. റിസർച്ച് ഫെലോഷിപ്പ് 13,000 രൂപയായിട്ട് കൂട്ടി. കുട്ടികളുടെ റിസർച്ച് ഇതിൽ കൂടുതൽ ഇതിന് എംഫസൈസ് ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് സ്കിൽ ആൻഡ് എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ കൊണ്ടുവരാൻ ശ്രമിച്ചു. വെൽഫെയർ പെൻഷൻസ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും ചില പുതിയ മേഖലകളിലെ വെൽഫെയർ പെൻഷൻസ് അനൗൺസ് ചെയ്തു. വെൽഫെയർ ഇൻഷുറൻസുകൾ പല മേഖലകളിലും അനൗൺസ് ചെയ്തു. ഇൻഷുറൻസ് ഫോർ എക്സാമ്പിൾ ഓട്ടോ ടാക്സി ആൾക്കാർക്ക്, ഹരിത കർമ്മസേനയ്ക്ക്, ലോട്ടറി വർക്കേഴ്സിന്, ഇവർക്കൊക്കെ പുതിയ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. പിന്നീട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പല മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓണറേറിയംസ്, മിക്കവാറും ഓണറേറിയംസ് എല്ലാം ആശാ വർക്കർമാരുടെ ഉൾപ്പെടെയുള്ള ഓണറേറിയംസ് എല്ലാം ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ നാനാവിധത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻ്ററിം ബഡ്ജറ്റാണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. ഇൻ്ററിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോൺ അക്കൗണ്ട് പോലെ വരുന്ന, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മാത്രമുള്ള ബഡ്ജറ്റാണ്. ഇനി അടുത്ത ഗവൺമെൻറ് വരുമ്പം ഏത് ഗവൺമെൻറ് ആയാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ബഡ്ജറ്റ് ഒന്നുകൂടി പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഒരുപക്ഷേ പക്ഷേ എങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ സ്വഭാവമുണ്ട് ഈ ബജറ്റിന്, അല്ലേ? തീർച്ചയായിട്ടും. ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 4.5 വർഷമായിട്ട് സർക്കാർ ചെയ്ത പല കാര്യങ്ങളിലും കൂടുതലായിട്ട് എന്തൊക്കെയാണ് ചെയ്തു വന്നത് അതിൻ്റെ ഒരു സംക്ഷിപ്തം പോലെ ആയതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റുകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നല്ല. 3 മണിക്കൂറിലേറെ സമയമെടുത്ത് പ്രഖ്യാപിച്ച ബഡ്ജറ്റാണ്. അപ്പോൾ ആ തരത്തിൽ. പക്ഷേ എനിക്കിവിടെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിൻ്റെ വരുമാന സ്രോതസ്സുകളെ പറ്റിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞപ്പോഴും വരുമാനം വരും എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ അതിന് പല പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള വരുമാനം കിട്ടണമെന്നുള്ളത് പറയുന്നു. അപ്പോൾ വരുമാനത്തിന് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏകദേശം 50,000 കോടി രൂപയുടെ അധിക ചെലവ് വരുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത്രത്തോളം തന്നെ വരുമാനം പല രീതിയിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നികുതി ഇനത്തിലും നികുതിയേതര ഇനത്തിലും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് നികുതി വരുമാനം കൂട്ടും, തനത് നികുതി വരുമാനം വളരെയേറെ കൂടുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് വരുമാനം വന്നില്ലെങ്കിൽ പല പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കാർഷിക മേഖലയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കാർഷിക മേഖലയിൽ ഒരു എംഫസിസ്, ഒരു വളരെ അതിലെ കൂടുതലായിട്ട് ഇൻ്റർമീഡിയറി പ്രോഡക്ട്സ് ആക്കി മാറ്റണം. ഈ റോ പ്രോഡക്ട്സ് വിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ റബ്ബർ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ചില സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇത് ഒരു ഇലക്ഷൻ ബഡ്ജറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ പല കാര്യങ്ങളും നമുക്ക് ആ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരുമാനം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും വരുമാനം ഏത് രീതിയിൽ വർദ്ധിക്കും, നമ്മുടെ ഏറ്റവും കൂടുതൽ തനത് വരുമാനം വർദ്ധിക്കേണ്ടത് നമുക്ക്
ടാക്സ് റവന്യൂ ആണ്, അത് GST ആണ് പ്രധാനമായിട്ടും. അപ്പോൾ GSTയുടെ വരുമാനം എങ്ങനെയാണ് കൂടുന്നത്, എത്രത്തോളം ഇത്രയും കൂടുമോ, 50,000 കോടിയോളം രൂപ കൂടി വരുമോ, അത്തരത്തിൽ ചിലവാക്കാൻ പറ്റുമോ? അപ്പം ഈ പദ്ധതികൾക്ക് ഇത്രയും അലോക്കേഷൻ പറയുമ്പോഴും ഈ വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പറയുന്നത് കൊണ്ട് അത് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. കാരണം അത് ഇനി അടുത്ത ഗവൺമെൻറ്റും കൂടി 2 ഗവൺമെൻറ്റായിട്ട് വരുന്നുണ്ട്. ഇതിപ്പം ഏപ്രിൽ മെയ് വരെ വരുന്ന ഗവൺമെൻറ്റും അത് കഴിഞ്ഞ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ഒരു പുതിയ ഗവൺമെൻറ് വരികയാണ്. അപ്പോൾ അവരുടെ നയങ്ങൾ എന്താണ്, അപ്പോൾ അതനുസരിച്ച് ഇതൊക്കെ ഏത് രീതിയിൽ മാറാം. ഈ സെയിം ഫൈനാൻസ് മിനിസ്റ്റർ തന്നെ ബഡ്ജറ്റ് ഇനിയും അവതരിപ്പിച്ചാൽ ഇനി ഇതിലൊക്കെ എന്തൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരും എന്നൊക്കെ കണ്ടറിയണം. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ തരത്തിലും ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാത്തരം ആൾക്കാരുടെ കയ്യിലും പണം എത്തിക്കാനും അവരെ എല്ലാം സന്തോഷിപ്പിക്കാനും കഴിഞ്ഞ തവണയൊക്കെ പറ്റിയ പ്രശ്നങ്ങളായ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും, പക്ഷേ സർക്കാർ ജീവനക്കാർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ഭരണപക്ഷ സംഘടന ഉൾപ്പെടെയുള്ളവർ ഓൾറെഡി റിയാക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യും, ഇതൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്നത്. പക്ഷേ എന്തായാലും പുതിയ കുറേ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ ഏരിയകളിലേക്ക് വികസനം എത്തിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. പുതിയ അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. കിഫ്ബി തന്നെയാണ് ഈ ബഡ്ജറ്റിലും പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കിഫ്ബിയുടെ ഫിനാൻസിങ്ങും കിഫ്ബിയുടെ നിലനിൽപ്പും ഒക്കെ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും